ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തോരം കിഡിലൻ റൊമാൻറ്റിക് കോമഡി പടങ്ങളുള്ളൊരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. ഇപ്പോൾ ചില സമയത്ത് ബോറടിക്കുമ്പോൾ ഒന്ന് റീവാച്ച് ചെയ്യാൻ വേണ്ടി രണ്ടാമത് കാണാനൊക്കെ ചില സിനിമകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹം തും ആണെങ്കിലും സലാം നമസ്തേക്ക് ആണെങ്കിലും എന്തോരം കിഡിലൻ പടങ്ങളുണ്ട് ബോളിവുഡിന്. അത് ആ ഒരു കാര്യത്തിൽ ബോളിവുഡ് ഇൻഡസ്ട്രി അടിപൊളിയായിരുന്നു. കാരണം എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള റൊമാൻറ്റിക് കോമഡീസ് ഇറക്കുന്നതിൽ ബോളിവുഡ് നമ്പർ വൺ തന്നെയായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് ആരുടെ കണ്ണ് കിട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരിറക്കുന്ന സിനിമകൾ കണ്ടാൽ സഹിക്കില്ല. ഇപ്പോൾ ഈ വർഷം കുറേ റൊമാൻറ്റിക് കോമഡി എന്നൊക്കെയുള്ള പേരിൽ കുറേയൊക്കെ ഇറക്കിയായിരുന്നു, വരുൺ ധവൻ്റെയും ജാൻവിയുടെയൊക്കെ. പക്ഷേ പരമസുന്ദരി അങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങൾ ഇറക്കിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു പടമാണ് തൂ മേരി മേ തെരാ മേ തെരാ തൂ മേരി. അപ്പോൾ ഈ പേര് ഇങ്ങനെ ആയിട്ടും ഈ പടത്തിന് എന്ത് കൊണ്ടുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെയാണ്, അതൊരു കോ പ്രൊഡ്യൂസിങ് ആണെന്നറിയില്ല. ധർമ്മ എന്നുള്ള പേര് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ധർമ്മ ബ്രാൻഡ് ഓഫ് സ്റ്റൈൽ, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാ പടങ്ങളും കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ട പടമാണ് ഈ തൂമരി മേത്തര തൂമരി എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഈ പടം കണ്ട എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ പടം DDLJ സെറ്റപ്പ് തന്നെയാണ്. അതായത് നായകനും നായികയും വിദേശത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട്, അതായത് ക്രൊയേഷ്യയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ചിട്ടാണ് അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നായിക എന്ന് പറയുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഓതറാണ്. പുള്ളിക്കാരി എഴുതിയൊരു ലവ് സ്റ്റോറി ഇൻ ആഗ്ര എന്ന് പറയുന്നത് ഒരു ബുക്കുണ്ട്. അപ്പോൾ ഈ ബുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് നായകൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇവർ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ വെച്ച് പരിചയപ്പെട്ട്. അപ്പോൾ ഈ നായകൻ എന്ന് പറയുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എന്നാൽ ഉള്ളിൽ ഭയങ്കര കമ്പാഷൻ ഉണ്ട്, ഭയങ്കര ബാക്കിയുള്ളവരോട് സ്നേഹമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ ആക്ടിവിറ്റീസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാലും ഇറിറ്റേഷനാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സ്വാഭാവികമായിട്ടും ഇവരാദ്യം ഇവർ തമ്മിൽ പിണക്കമായിരിക്കും, പിന്നീട് ഇണക്കവും, പിന്നെ സ്വാഭാവികമായിട്ടും അത് ലവ് സ്റ്റോറിയിലേക്ക് മാറും. അപ്പം ഇതാണ് ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും പുതിയ ക്രിസ്മസ് റിലീസായിട്ടുള്ള ഈ സിനിമയുടെ ഫ്രഷ് കഥ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ക്രൊയേഷ്യയിലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാൻഡ്സ്കേപ്സ്. അത് അറിയാമല്ലോ, ഇവർ ഭയങ്കര റിച്ച് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാമറ വർക്കാണെങ്കിലും ഈ ആംഗിളും ഈ രാജ്യത്ത് പോകാൻ തോന്നും. എല്ലാവരുടെ ബക്കറ്റ് ലിസ്റ്റിലും ഈ സ്ഥലം കയറും. അതൊരു ഹൈലൻഡ് ഉണ്ട്, എന്തോ ഹാൻ ഐലൻഡോ അങ്ങനെ എന്തോ ഈ പടത്തിൽ ആ ഐലൻഡിൻ്റെ പേര് പ്രത്യേകം എഴുതി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ക്രൊയേഷ്യ സർക്കാരിൻ്റെ എന്തെങ്കിലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വല്ല കൊളാബറേഷനോ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടവർക്ക് പടമായിരിക്കും ഇത്. കാരണം ഫസ്റ്റ് ഹാഫ് മുഴുവൻ ക്രൊയേഷ്യയിലാണ്. ഇതിനകത്ത് ഇവർ തമ്മിൽ എങ്ങനെ പ്രണയത്തിലാവുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കുറേ സീക്വൻസ് ഉണ്ട്. അതിൽ കാർത്തിക് ആര്യൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല. ഇറിറ്റേറ്റിംഗ് ആണ്, ഈ ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് ആണ്, പുള്ളി അഭിനയിച്ചു വെച്ചിരിക്കുന്നതും ഇറിറ്റേറ്റിംഗ് ആണ്. ഇനി അനന്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓതറാണ്, പക്ഷേ അതിൻ്റെ ഒരു മെച്യൂരിറ്റിയോ കാര്യങ്ങളോ ഇപ്പോൾ ഈ പുള്ളിക്കാരി നായികനകത്ത് ഓതറാണ്, പക്ഷേ അതിനകത്ത് സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതിന്. അപ്പോൾ അതൊക്കെ ആ ലെവലിൽ പോകുന്ന ഒരു കഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ പ്രണയത്തിലായി കഴിഞ്ഞാൽ 10 ദിവസത്തെ പരിചയമുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നായകന് മനസ്സിലാവുന്നു എനിക്ക് വിധിച്ചിരിക്കുന്ന പെണ്ണ് ഇവളാണ്, ഇപ്പോൾ ഇവളെ തന്നെ കല്യാണം കഴിക്കണം. പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ കല്യാണം കഴിക്കണമല്ലോ, അതാണല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതിനകത്ത് കാർത്തികാരൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് സ്റ്റേജ് 4 സ്റ്റേജ് 5 എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് വേണ്ടേ, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ പോകാൻ ശരിയാവില്ലല്ലോ. അപ്പോഴാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. ഈ കോൺഫ്ലിക്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതെന്ത് എന്ന് തോന്നും. കാരണം ഈ സിനിമ തുടങ്ങുമ്പോൾ ആഗ്രയിൽ ഒരു 40 കൊല്ലം മുമ്പുള്ള ഒരു ചെറിയൊരു 2 മിനിറ്റോ 5 മിനിറ്റോ എന്നുള്ള ഒരു ക്ലിപ്പ് കാണിക്കും. അപ്പോൾ ഈ ക്ലിപ്പിലുള്ള കാര്യമാണ് പിന്നീട് ഈ നായകൻ്റെയും നായികയുടെയും ലൈഫ് ചേഞ്ചിങ് സംഭവമായിട്ട് മാറാൻ പോകുന്നു എന്ന് പറയും. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇതാണ്. ഈ കോൺഫ്ലിക്റ്റ് ഇവർ റിവീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നിയത്, എങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർക്ക് എഴുതാൻ തോന്നുന്നു, എഴുതിയതോ പോട്ടെ അതെങ്ങനെ ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു, ഷൂട്ട് ചെയ്താണെങ്കിലും വെച്ചോട്ടെ അത് സ്ക്രാപ്പ് ചെയ്യാതെ ഇവരെങ്ങനെയൊക്കെ റിലീസ് ചെയ്യാൻ തോന്നുന്നു, ഇതെല്ലാം ഒരു കോൺഫ്ലിക്റ്റ് ആണോ എന്നാണ് തോന്നിപ്പോയത്. നമ്മുടെ നായകൻ നല്ല റിച്ചാണ്, US സെറ്റിൽഡ് ആണ്. ഇപ്പോൾ നായകന് US ഒരു മാൻഷൻ ഉണ്ട്, ആ മാൻഷനിലേക്ക് താമസം മാറിയാൽ മതി. അപ്പോൾ US ഇനിയും തൻ്റെ ലൈഫ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന നായകനാണ്. അപ്പോൾ നായികയായിട്ട് പ്രണയത്തിലാവുന്നു. പക്ഷേ നായികയുടെ പ്രശ്നം, നായികയ്ക്ക് ഇന്ത്യ വിട്ട് ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് എന്നതിനുള്ളൊരു ഉത്തരം ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എങ്ങനെ ഇവരിത് ഇമാജിൻ ചെയ്ത് ഇത്ര സില്ലി. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന പറഞ്ഞാൽ സ്പോയിലറാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പടങ്ങളിൽ 2 സീനിയർ ആർട്ടിസ്റ്റുകൾ എങ്ങനെ വന്നാലും ഉണ്ടാവും. ഇപ്പോൾ എല്ലാം ബോളിവുഡ് എല്ലാം റൊമാൻറ്റിക് കോമഡി ഇങ്ങനെയൊക്കെയുള്ള പോകുന്നത്. കാരണം ഈ നായകനോ അല്ലെങ്കിൽ നായികക്കോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് 2 സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം അതിനകത്ത് ഒന്ന് നീന ഗുപ്തയാണ്. അപ്പോൾ നീന ഗുപ്തേനെ എനിക്ക് തോന്നുന്നു പടം തുടങ്ങുമ്പോൾ തന്നെ നീന ഗുപ്തേനെ കാണിക്കുന്നത്. പുള്ളിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ക്യാരക്ടർ ഭയങ്കര ഒരു ജോളി ടൈപ്പാണ്, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അഭിനയിച്ച് വെറുപ്പിച്ച് എല്ലാവരും വെറുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഇത് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ സ്ക്രീനിൽ വരുന്നു നല്ല അസലായിട്ട് പുള്ളിക്കാരി വെറുപ്പിച്ചിട്ടുണ്ട്. അയ്യോ, നീന ഗുപ്ത ഇതുപോലെ വെറുപ്പിക്കുന്ന ഒരു സിനിമ ഞാൻ കാണുമെന്ന് വിചാരിച്ചാൽ ഒരു നല്ലൊരു ആക്ട്രസ്സാണ്. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് വെറുപ്പിക്കാനായിരിക്കാം. ആ ഒരു മദർ ക്യാരക്ടർ, കാർത്തികാരൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ് അത് ചെയ്തു വെച്ചിരിക്കുന്ന ആക്ടിങ്ങിൻ്റെ മീറ്ററൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഒട്ടും സിങ്ക് ആവാത്ത പുള്ളിക്കാരിക്ക്
ഇത്രയും വെറുപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെയുള്ളത് ജാക്കി ഷ്രോഫാണ്. അപ്പോൾ ഈ ജാക്കി ഷ്രോഫ് അനന്യയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ജാക്കി ഷ്രോഫിൻ്റെ ക്യാരക്ടർ പുള്ളിക്കാരൻ ഒരു എക്സ് മിലിറ്ററിയാണ്, അതായത് ഒരു ക്യാപ്റ്റനോ മേജറോ എന്തോ ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനൊരു മെഡിക്കൽ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നമാണ് ഈ പടത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നം. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ള ഒരാൾ എങ്ങനെ ഒരു പട്ടാളത്തിലെത്തിയെന്നു, പട്ടാളത്തിൽ നിന്ന് എങ്ങനെ പുള്ളിക്കാരൻ റിട്ടയർ ആയി, ഇതൊന്നും കഥയ്ക്ക് വേണ്ട. കഥയ്ക്ക് ആകെയുള്ളൊരു കോൺഫ്ലിക്റ്റ് അച്ഛൻ ഇങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ വിട്ട് വരാൻ പറ്റില്ല. അതിൽ ഊന്നിക്കൊണ്ട് എത്ര നേരമാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇങ്ങനെയുള്ള സിനിമ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഏതെങ്കിലും വിദേശത്തായിരിക്കും, സെക്കൻഡ് ഹാഫ് ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളർഫുള്ളായിട്ട് കാണിക്കണം. കാരണം ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ പടമാണല്ലോ. അപ്പോൾ കളർഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടി ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചാബി വെഡ്ഡിങ്, ഫ്രഷ് അല്ലേ, പഞ്ചാബി വെഡ്ഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സിനിമകളുടെ പാട്ടുകളുടെ കളക്ഷൻ ഉണ്ടല്ലോ. പിന്നെ ഇവർ മറ്റേ സംഗീത് ആ നൈറ്റിൽ കാണിക്കുന്നത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി ആ ഒരു എൻജോയ്മെൻറ്റ് ലെവലിൽ അങ്ങനെ ഇവരൊരു 10-20 മിനിറ്റൊക്കെ കളയുന്നുണ്ട്. അതായത് എന്നാലോചിച്ചൊക്കെ ക്രിസ്മസ് പോലുള്ളൊരു സീസണിൽ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്ന പ്രേക്ഷകൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞാൻ കാണിക്കുന്നതിന് തുല്യമല്ല ഇത്. പിന്നെ കളർഫുള്ളാണെന്ന് കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഈ സിനിമ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ ഓക്കെ സെറ്റായി, ഇനി ഇവർ തമ്മിൽ ഇനി ഒരിക്കലും സെറ്റാവില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് പോലെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇത് ഒരു ബോളിവുഡ് ചീസി റൊമാൻറ്റിക് ഫിലിമാണ്. ഇതിലെന്താ സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാവുന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർന്നു കിട്ടിയതാണ്. പിന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഈ പടം അവസാനിക്കുന്നുണ്ടായിരുന്നു. സത്യമായിട്ടും ആ ഒരു ക്ലൈമാക്സിൻ്റെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ആദ്യമേ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇന്ത്യയിലേക്ക് പോലും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പടം അവിടെ തീർന്നേനെ. വലിച്ചു നീട്ടി നമുക്ക് തന്നെ തോന്നാവുന്ന എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ഒരു സിമ്പിൾ കാര്യത്തിൽ പടം അവസാനിപ്പിച്ച് തീർക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ധർമ്മ പ്രൊഡക്ഷൻസ് ഇത്ര ഈ ഒരു പടത്തിന് വേണ്ടി. മേ ബി ക്രൊയേഷ്യയുടെ ആ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനൊരു പടം എടുക്കുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാർത്തികാരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിൽ കാർത്തികാരൻ ഷർട്ട് ഒരു 6 പാക്ക് കാണിക്കുമ്പോൾ നായിക വെള്ളം ഇറക്കുന്നു. ഒരു ഗേ ക്യാരക്ടറുണ്ട്, ആ ഗേ ക്യാരക്ടർ വെള്ളം ഇറക്കുന്നു. എന്തിന്? റിട്ടയർഡായി നിൽക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്, ആ അമ്മച്ചി വരെ വെള്ളം ഇറക്കുന്നു. ഇത് ഡിസംബർ 25 ഈ പടം റിലീസ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിം മെമ്പർഷിപ്പ് ഏറ്റവും കൂടുതൽ വരുന്ന ന്യൂ ഇയർ ടൈമിലാണ്. അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തോന്നിയല്ലോ നല്ല സെറ്റ് ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നായിക, ഒരു അമ്മച്ചി, ഒരു ഗേ, എല്ലാവരും പുറകെ വരുന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത സീനാണ്. പിന്നെ അനന്യ പാണ്ഡ്യ ക്ലൂലെസ് ആണ്, എന്താണ് ചെയ്യുന്നതെന്നുള്ള യാതൊരു ഇതുമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു വെറുപ്പിക്കലാണ്. ടൈഗർ ഷ്രോഫ് എന്നാ അതിൽ പിന്നെ ജാക്കി ഷ്രോഫ് വെറുപ്പിക്കൽ ക്യാരക്ടറൊന്നും അല്ല, പക്ഷേ ആ ക്യാരക്ടർ കോമഡിയാണ്. പിന്നെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ബാക്കി അങ്ങനെ എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. പിന്നെ ടെക്നിക്കലി രസമാണ്, ഭയങ്കര കളർഫുള്ളാണ്, പാട്ടുകൾ വരുന്നുണ്ട്, നല്ല ക്യാമറ വർക്ക് വരുന്നുണ്ട്. ക്രൊയേഷ്യ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്രൊയേഷ്യയാണ്, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് വന്ന് പെടും ആ കൺട്രി. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഭയങ്കര കളർഫുള്ളാണ് സംഭവം. പക്ഷേ സ്റ്റഫില്ല. അതായത് 200 രൂപ മുടക്കി നമ്മൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറിറ്റേറ്റ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിൻ്റെ സംവിധായകനാണ് ഇതിൻ്റെ സംവിധായകൻ. എടുത്തു വെച്ചിരിക്കുന്ന മുതലാണ്. അല്ലെങ്കിലും ഈ പടത്തിൻ്റെ പേര് കണ്ടിട്ട് ഈ പടത്തിന് പോയി കഴിഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ.